ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ മാത്സ് ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ആദ്യ നിർദ്ദേശം ഒന്ന് വായിച്ചു നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 സ്കോർ വീതമാണല്ലേ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ AB = QR, then BC = PR, then AC = SPK. PQ. ഓക്കെ, ദെൻ കോൺ A = 50 ഡിഗ്രി, കോൺ B = 60 ഡിഗ്രി എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ നമ്മളോട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? കോൺ സിയുടെ അളവ് എത്രയാണെന്നാണ് അല്ലേ. ദെൻ കോൺ പിയുടെ അളവും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കോൺ സിയുടെ അളവ് നമുക്ക് കണ്ടെത്താമല്ലോ, എളുപ്പമല്ലേ കൂട്ടുകാരെ? യെസ്, അതായത് കോൺ എയും കോൺ ബിയും കോൺ സിയും കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? യെസ്, നമുക്കറിയാം 180 ഡിഗ്രി അല്ലേ. അതായത് ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ സി നമുക്ക് എങ്ങനെ കണ്ടെത്താം? യെസ്, 50 + 60 എത്രയാണ്? 110. അപ്പം 180-ൽ നിന്ന് 110 മൈനസ് ചെയ്താൽ മതിയല്ലേ. 180-ൽ നിന്ന് 110 മൈനസ് ചെയ്താൽ എത്രയാണ് നമുക്ക് കിട്ടുക? അതെ, 70 അല്ലേ. ഓക്കെ, ആൻസർ എത്രയാണ്? കോൺ സിയുടെ അളവ് അപ്പോൾ എത്രയാണ്? 70 ഡിഗ്രി. ഓക്കെ, ദെൻ കോൺ പിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് ട്രയാങ്കിൾ നോക്കൂ. അത് കോൺ പിയുടെ അളവല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് കൂട്ടുകാർ ഒന്ന് നോക്കൂ. ചിത്രത്തിൽ AB = QR എന്ന് നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, AB ചിത്രം 1-ൽ ABയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? C ആണ്. ആ C എത്രയാണ് നമുക്ക് കിട്ടിയത്? 70 ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി AB = QR എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. QR എന്ന ആ വശത്തിന് ഓപ്പോസിറ്റ് ആംഗിൾ ഇതിൽ ഏതാണ്? രണ്ടാമത്തെ ചിത്രത്തിൽ അതെ P ആണല്ലേ. അപ്പോൾ P എത്രയായിരിക്കും? 70 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ. അതായത് AB = QR എന്ന് പറഞ്ഞിട്ടില്ലേ. സോ ഇവിടെ QR-ന് ഓപ്പോസിറ്റ് ആംഗിളായ പിയും ABക്ക് ഓപ്പോസിറ്റ് ആംഗിളായ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോൺ പിയുടെ അളവെന്ന് പറയുന്നത് അതെ 70 ഡിഗ്രി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 32 കിട്ടി എങ്കിൽ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സംഖ്യയുടെ 3 മടങ്ങ്, സംഖ്യ നമുക്ക് എന്തായിരിക്കാം? X ആയിട്ട് എടുക്കാമല്ലേ. അപ്പോൾ ഒരു സംഖ്യയുടെ 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3x, അതിനോട് 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ 3x + 2. 2 = എത്രയാണ്? യെസ്, 32 എന്ന് നമുക്ക് കിട്ടിയല്ലേ. അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3x = യെസ് 32 - 2. 32-ന് 2 കുറച്ചാൽ 30. അപ്പോൾ x എത്രയാണ് കൂട്ടുകാരെ? അതെ 30/3. 30/3 യെസ് 10 അല്ലേ. 30/3 = 10. അപ്പോൾ സംഖ്യ ഏതാണ്? 10 അല്ലേ. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നോക്കൂ. ഒരു സംഖ്യയുടെ 3 മടങ്ങ്, അതായത് സംഖ്യ നമ്മൾ എന്തായിട്ട് എടുത്തു? X ആയിട്ട് എടുത്തു. അപ്പോൾ X, ഒരു സംഖ്യയുടെ 3 മടങ്ങ് അറിയുമ്പോൾ 3x, അതിനോട് കൂടി 2 കൂട്ടുക. 3x + 2 എന്ന് പറയുന്നത് എത്രയാണ്? 32. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യെസ്, 3x കണ്ടെത്താം. 3x കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 32 ഇവിടെ എഴുതി. അതിനുശേഷം എന്ത് ചെയ്യാം? +2-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? -2 ആയില്ലേ. അപ്പോൾ 32-ന് 2 കുറച്ചാൽ അതെ 30. ഇനി x നമുക്ക് കണ്ടെത്താമല്ലോ. 30/3. 30/3 എന്ന് പറയുന്നത് യെസ് 10. അപ്പോൾ നമുക്ക് സംഖ്യ കണ്ടെത്തിയല്ലോ. എത്രയാണ് സംഖ്യ? ഏതാണ്? യെസ് 10. എളുപ്പമല്ലേ കൂട്ടുകാരെ ഇത്? ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എല്ലാ കോണുകളും തുല്യമായ ഒരു ബഹുഭുജത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് 144 ഡിഗ്രിയാണ്. ഓക്കെ, ഈ ബഹുഭുജത്തിൻ്റെ പുറം കോണിൻ്റെ അളവ് എത്രയാണ്? ഈ ബഹുഭുജത്തിൻ്റെ പുറം കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. ഇതിൻ്റെ അകക്കോണിൻ്റെ അളവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 144 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ പുറംകോണിൻ്റെ അളവ് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? യെസ്, 180 - 144 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ് 36 എന്ന് കിട്ടിയല്ലേ. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു പുറംകോണിൻ്റെ അളവ് നമുക്ക് കണ്ടെത്തി 36 ഡിഗ്രിയാണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എത്ര വശങ്ങളുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം, ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളുടെയും അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? അതെ 360 ഡിഗ്രിയാണ്. അതായത് ആന്തര കോണുകളുടെയും ബാഹ്യ കോണുകളുടെയും ആകെ തുക എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ ഒരു കോണിൻ്റെ അളവ് നമ്മൾ കണ്ടെത്തി എത്രയാണ്?
എത്രയാണ് 36 ഡിഗ്രിയാണെന്നും കണ്ടെത്തിയല്ലേ. അപ്പോൾ നമുക്ക് ആകെ എത്ര വശങ്ങളുണ്ടെന്ന് കണ്ടെത്താമല്ലോ. എങ്ങനെ കണ്ടെത്താം? അതെ, 360/36. എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 10. അപ്പോൾ ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? യെസ്, 10 വശങ്ങളുണ്ട്. ഓക്കെ. ദെൻ നാലാമത്തെ ചോദ്യം നോക്കാം. ചിത്രത്തിൽ എ ബി ഈസ് ഈക്വൽ ടു ബി സി, ദെൻ കോൺ എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് നൽകിയിട്ടുണ്ട്. കോൺ സിയുടെ അളവ് എത്രയാണ്? ഓക്കെ, നമുക്കറിയാലോ കൂട്ടുകാർ, ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളുടെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, എത്രയാണ്? 180 ഡിഗ്രിയാണെന്ന് അറിയാമല്ലേ. ഇവിടെ കോൺ സിയുടെ അളവ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നോക്കൂ, കോൺ എ ബി ഈസ് ഈക്വൽ ടു ബി സി എന്നും പറഞ്ഞിട്ടുണ്ട്. കോൺ ചിത്രത്തിൽ എന്താണ്? എ ബി ഈസ് ഈക്വൽ ടു ബി സി, അതായത് എ ബിയും ബി സിയും തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമ്മൾ എന്താണ് പറയുന്നത്? അതെ, സമപാർശ്വ ത്രികോണം. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ് കൂട്ടുകാരെ ഇവിടെ? അതെ, സി ആണല്ലേ. ദെൻ ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിളോ? യെസ്, എ ആണ്. അപ്പോൾ നമുക്കറിയാം എ ബി ഈസ് ഈക്വൽ ടു ബി സി അല്ലേ. സോ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് കോൺ സിയും കോൺ എയും എന്താണ്? ഈക്വലാണ്. കോൺ എ നമുക്കറിയാം 40 ഡിഗ്രിയാണ് തന്നിട്ടില്ലേ. അപ്പോൾ കോൺ സി എത്രയായിരിക്കും? അതെ, 40 ഡിഗ്രി തന്നെ ആയിരിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺ ബിയുടെ അളവ് എത്രയാണ്? എളുപ്പമല്ലേ. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അപ്പോൾ നമുക്കറിയാം കോൺ എയും സിയും കൂട്ടിയാൽ എത്രയായി? 80 അല്ലേ. 40 + 40 80. ദെൻ 180 - 80. യെസ്, എത്രയാണ് കോൺ ബിയുടെ അളവ്? അതെ, 100 ഡിഗ്രി. ഉത്തരം കിട്ടിയില്ലേ? നമുക്ക് ഒന്നുകൂടി പറയാം. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു ബി സി ആണ്. ഓക്കെ, എ ബി ഈസ് ഈക്വൽ ടു ബി സി. ദെൻ കോൺ എ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം എത്രയാണ്? 40 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ തുല്യമായാൽ അതെന്താണ്? സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളായ സിയും ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിളായ എയും തുല്യമാണ്. അപ്പോൾ എയും സിയും കൂട്ടിയാൽ എത്രയാണ് കൂട്ടുകാരെ? എ 40 ആണ്. അപ്പോൾ സി എത്രയാണ്? അതെ, 40 തന്നെയാണ്. അപ്പോൾ എയും സിയും എത്ര കിട്ടി? നമുക്ക് കൂട്ടുമ്പോൾ 80 കിട്ടിയല്ലേ. അപ്പോൾ കോൺ ബിയുടെ അളവ് കണ്ടെത്താൻ 180 - 80 എത്രയാണ് ആൻസർ? 60. ഓക്കെ, എളുപ്പമല്ലേ. ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 6 × x - 2 ഈസ് ഈക്വൽ ടു 3 × x + 1 ആയാൽ എക്സ് കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് തന്നിട്ടുള്ള കാര്യങ്ങളൊന്ന് എഴുതാം. 6 × x - 2 ഈസ് ഈക്വൽ ടു 3 × x + 1 അല്ലേ. ഓക്കെ, x + 1 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഗുണിച്ച് നോക്കാം. 6നെ x കൊണ്ട് ഗുണിക്കുമ്പോൾ 6x, ദെൻ 6നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 അല്ലേ. ദെൻ ഇസ് ഈക്വൽ ടു 3 × x 3x, ദെൻ 3 × 1 3, 3x + 3 എന്ന് കിട്ടി. ദെൻ എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം. 6x - 3x + 3x ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എത്രയാകും? യെസ്, മൈനസ് ആവും അല്ലേ. ദെൻ 3 + -12 ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 3 + 12 എത്രയാണ്? 15 അല്ലേ. 6x എന്ന് 3 കുറച്ചാൽ നമുക്കറിയാം 3x, ദെൻ 12 3 15. ഇനി നമുക്ക് എക്സ് കണ്ടെത്താമല്ലോ. യെസ്, 15/3 എത്രയാണ്? എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ്, 5 അല്ലേ. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ ടു 5. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. നെക്സ്റ്റ് നോക്കൂ. ആറാമത്തെ ചോദ്യം. ത്രികോണം എ ബി സിയിൽ കോൺ എ 50 ഡിഗ്രി, കോൺ ബി 70 ഡിഗ്രി എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? കോൺ എ സി ബിയുടെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ കോൺ എ സിയുടെ അളവും എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആദ്യം കൂട്ടുകാരെ നമുക്ക് എന്ത് ചെയ്യാം? കോൺ എ 50 ആണ്, കോൺ ബി 70 ആണ്. അപ്പോൾ കോൺ സി എത്രയായിരിക്കും? 70ഉം 50ഉം കൂട്ടിയാൽ എത്രയാണ്? യെസ്, എത്രയാണ്? 50 ഡിഗ്രി + 50 + 70 എത്രയാണ്? കൂട്ടി നോക്കൂ കൂട്ടുകാർ, എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 120. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോൺ സിയുടെ അളവ് കണ്ടെത്താൻ 180 - 120 എത്രയാണ്? അതെ, എത്രയാണ് കൂട്ടുകാരെ? യെസ്, 60 ഡിഗ്രി അല്ലേ. 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ 3 കോണുകളുടെ അളവുകൾ നമുക്ക് കിട്ടി. ദെൻ കോൺ എ സി ഡിയുടെ അളവ് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കോൺ എ സി ബിയുടെ അളവും കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എ സി ബിയുടെ അളവ് എന്ന് പറയുന്നത് കോൺ സിയുടെ അളവല്ലേ. കോൺ എ സി ബി എത്രയാണ് നമുക്ക് കിട്ടിയത്? യെസ്, 60.
ദെൻ കോൺ എ സി ഡിയുടെ അളവ് ചോദിച്ചാൽ നമ്മളെങ്ങനെ കണ്ടെത്തും? നമുക്കറിയാം കോൺ എ സി ബി സിയുടെ അളവ് എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി കോൺ എ സി ഡി കണ്ടെത്താമല്ലോ. നമുക്കറിയാം എന്താണ്? രേഖീയ ജോഡിയല്ലേ, ലീനിയർ പെയർ അല്ലേ. സോ എ സി ബിയും എ സി ഡിയും കൂട്ടിയാൽ എത്ര കിട്ടണം? അതെ, 180 ഡിഗ്രി കിട്ടണമല്ലേ. അപ്പോൾ കോൺ എ സി ഡിയുടെ അളവ് കണ്ടെത്താൻ 180 മൈനസ് 60. 180 മൈനസ് 60 എത്രയാണ്? യെസ്, 120. അപ്പോൾ കോൺ എ സി ഡിയുടെ അളവ് എത്രയാണ്? യെസ്, 120 ഡിഗ്രി. ഓക്കെ കൂട്ടുകാർക്ക് കണ്ടെത്താൻ സാധിച്ചില്ലേ? ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.